അതെ, ഈ വീഡിയോസ് ചെയ്യുമ്പോഴേ ഏറ്റവും കൂടുതൽ എനിക്ക് വലിയ റെസ്റ്റോറൻറ്റ്സിനെക്കാട്ടിലും ഒക്കെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കടകളാണ് ഏറ്റവും കൂടുതൽ ചെയ്തത് അല്ലേ? അപ്പോൾ അങ്ങനെ ചെയ്യുന്നവർ നാച്ചുറലി നമ്മളിപ്പോൾ 10 പേരിരുന്ന് കാണുക ആ കടയെക്കുറിച്ച് സാബു പറയുന്നതൊക്കെ, അപ്പോൾ അവരുടെ റെസ്പോൺസ് എങ്ങനെയാണ്? മഞ്ചേരി ഒരു സ്ഥലം ചെയ്തപ്പോൾ ഒരു 40 വർഷമായിട്ടുള്ള കടയാണ്. അപ്പോൾ കുഞ്ഞു കടയാണ്. പുള്ളി ഒരു ഇച്ചിരി കാലിന് സുഖമില്ലാത്ത ഒരാളാണ്. പുള്ളിയും പുള്ളിയുടെ വൈഫും കൂടെയാണ് ഒരു ചെറിയൊരു ഒരു ഓടിട്ടൊരു കട, അങ്ങനത്തെ കുഞ്ഞു കടയാണ്, പൊറോട്ടയും ബീഫും. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീടിൻ്റെ അടുത്താണ്. അപ്പോൾ നമ്മൾ ഒരു ദിവസം കൂട്ടുകാരൻ അവിടെ നല്ല പൊറോട്ടയും ബീഫ് കിട്ടും. അപ്പോൾ അവൻ്റെ വീട്ടിലൊരു കുളമുണ്ട്. നമ്മളവിടെ പോയി കുളിച്ച് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരു ദിവസം കുളത്തിലൊക്കെ ചാടി കഴിഞ്ഞപ്പോൾ അവിടെ പോയിട്ട് ഇത് കഴിച്ചു. ഞാനൊരു വീഡിയോയും ചെറുതായിട്ട് എടുത്തിട്ടു. അപ്പോൾ പുള്ളിക്ക് ഈ പറഞ്ഞു ഞാനാരാ എന്തായാലും അറിയില്ല. പുള്ളി ഇതേപോലെ തന്നെ കൂട്ടുകാരെ നമ്പർ വാങ്ങിച്ചിട്ട് എന്നെ വിളിച്ചിട്ട് പുള്ളി പറഞ്ഞ ഡയലോഗ് ഭയങ്കര ഒരു ടച്ചിങ് ആയിരുന്നു. പുള്ളി പറഞ്ഞു ഞാനൊരു കാലിന് സുഖമില്ലായിരുന്നു. പുള്ളി പറഞ്ഞു ഞൊണ്ടിക്കാലം എൻ്റെ കടയിൽ ഇവിടുത്തെ ഒരു ബെഞ്ചിൽ ആളുകൾ എന്നെ പുച്ഛത്തോടെ നോക്കായിരുന്നു. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ നാട്ടിലത്തെ ഏറ്റവും പ്രമാണിമാര് വരെ ഇവിടെ വന്നിട്ട് എന്റെ ഭക്ഷണത്തിന് കാത്തുനിന്ന് കഴിച്ചപ്പോ എനിക്ക് കിട്ടിയ സന്തോഷമുണ്ട്. അയ്യോ പുള്ളി നമുക്കത് കേട്ടപ്പോ എന്താ പുള്ളി തുടർന്ന് സാബുവിന് ഫാമിലി ആയിട്ട് എന്റെ വീട്ടിലോട്ട് വരണം ഒരു ദിവസം. പിന്നെ ഞാൻ എപ്പോഴും കഴിക്കുമ്പോൾ ഇപ്പോഴും പുള്ളി പൈസ നോക്കില്ല, നിർബന്ധിച്ചാൽ പോലും പുള്ളി എന്റെ പൈസ പിന്നെ നമ്മളും പുള്ളിയുടെ സന്തോഷം അതല്ലേ എന്ന് വിചാരിച്ചിട്ട് നിർബന്ധിക്കില്ല. ഉറപ്പായിട്ടും നമ്മള് സ്വാർത്ഥതയ്ക്ക് വേണ്ടി ചെയ്യുന്നത്, നമ്മള് റീച്ചിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മള് സ്റ്റിൽ അത് വേറെ ആൾക്കൂടെ ഗുണം ചെയ്യുമ്പോൾ സാറ്റിസ്ഫാക്ഷനാണ്. ശരിക്കും ഇത് ഒരാൾക്ക് ഗുണമാണ് ശരിക്കും കൂടുതലും കിട്ടുന്നത് അല്ലേ? രണ്ടുപേർക്ക്. ഒന്നെന്ന് പറയുമ്പോൾ ഈ കച്ചവടം ചെയ്യുന്ന ആൾക്ക് കിട്ടും. രണ്ടാമെന്ന് പറയുമ്പോൾ ഭക്ഷണ പ്രേമികൾക്ക് ഇങ്ങനെ ഒരു സ്ഥലത്ത് പോയാൽ നല്ല ഭക്ഷണം കിട്ടും എന്ന് പറയുമ്പോൾ അവരവിടെ പോയി കഴിക്കും. നമുക്കും ഗുണം. സത്യം. അപ്പൊ ഇനി എന്റെ ഭക്ഷണം ഞാൻ തരട്ടെ. അതിലൊരു അച്ചാർ കിട്ടോ. എൻ്റെ വീട്ടിൽ അമ്മ പറയും, ഞാൻ സോറി ഉമ്മനോട് എപ്പോഴും പറയും എന്ത് കൊണ്ടെന്ന് വെച്ചാൽ 10 കറി ഉണ്ടെങ്കിൽ എനിക്കൊരു അച്ചാറും പപ്പടം. ചുമ്മാ തമാശ പറഞ്ഞ വേണ്ട വിളപ്പിക്കോളൂ. ഞാൻ അച്ചാർ എടുത്തോണ്ട് വരും. ഈ വീട്ടിൽ വന്നിട്ട് ഞാൻ ഒന്നും ഇല്ല എന്ന് പറയല. ഇനി ഓർഡർ ചെയ്ത് വരുത്തണം. ഇല്ല, അതെ, കിച്ചണിൽ അങ്ങനെ ഓർഡർ ഒന്നും ഇല്ല. ഇവിടെ ഉണ്ടാക്കിയല്ല അച്ചാർ ഉണ്ടാക്കാൻ പോകണം. ഇല്ല, അച്ചാർ അന്നേരം ഉണ്ടാക്കിയൊന്നും തരാനൊക്കത്തില്ല. നമ്മളൊരു എന്താ പറയാ സമയം കിട്ടുമ്പോൾ ഉണ്ടാക്കി അതൊക്കെ ഫ്രിഡ്ജിൽ വെക്കുകയല്ലേ ഉള്ളൂ. ഞാൻ എടുത്തോണ്ട് വരാം. ഞാൻ വിളമ്പി തന്നേച്ച് പോവാം. ചോദിച്ച ബുദ്ധിമുട്ടാ. ഇവിടെ ഫോർമാലിറ്റി ഇല്ല ഞാൻ പറഞ്ഞു. പക്ഷെ എന്നോട് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ചോദിച്ചതാണ് എനിക്കിഷ്ടം. അല്ല, എനിക്ക് എന്തുണ്ടെങ്കിലും ഒരു അച്ചാർ കിട്ടിക്കഴിഞ്ഞ സാർ എനിക്ക് മാത്രമല്ല ഇത് കാണുന്ന ഞാൻ ഉറപ്പ് പറഞ്ഞ ഒരുപാട് പേർക്ക് ചോറിന്റെ കൂടെ എന്ത് കറിയുണ്ടെങ്കിലും ഒരു അച്ചാർ കിട്ടുമ്പോൾ അതിനകത്ത് ഞാനും പെടും. എന്നിട്ടാണ് അച്ചാർ പക്ഷെ എനിക്കറിയത്തില്ലല്ലോ വരുന്നവരൊക്കെ എല്ലാരും അച്ചാർ കഴിക്കും. കഴിച്ചു നോക്കുന്നുണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ടേസ്റ്റ് നോക്കാനോ? അല്ലേ, പിന്നെന്ത് ദൈവമേ എടുക്കുന്നുണ്ട്. ഞാൻ ചോറും കൂടെ എടുക്കുന്നുണ്ട്, കഴിക്കുന്നുണ്ട് അതൊക്കെ പറയുമ്പോ എന്റെ ചങ്കാട് ഇവിടെ ഇങ്ങനെ അടിക്കുന്നത്. നല്ല രുചിയുണ്ടല്ലോ. ചോറ് കുറച്ച് മതി. ചിക്കൻ ചിക്കൻ എത്ര ചോറ് മതി? ഈ ചിക്കൻ എത്രയും ചോറ് മതി. അപ്പൊ കഴിച്ചോളൂ. ഞാൻ പോയി അച്ചാർ എടുത്തോട്ടെ. ഞാൻ ചുമ്മാ ഒരു തമാശക്കല്ല, കിട്ടിയ സന്തോഷം തന്നെയാണ്. ഈ വീട്ടിലെ ഇത് സ്റ്റോക്കാ. കാര്യം ഞാൻ ഇതിന്റെ ഒരു ആവശ്യമുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് അച്ചാറിന്റെ മരമാണ്. ഇന്ന് എനിക്ക് ഉച്ചയ്ക്ക് ഇങ്ങോട്ട് വരുന്ന സമയത്ത് തൃശ്ശൂർ ഒരു രഘുചേട്ടന്റെ കടയിൽ കയറി. അവിടെ ഒരു വെറൈറ്റി അച്ചാറുണ്ട്, സാധാരണ റെസ്റ്റോറന്റിൽ കാണാറില്ല. ലൂബിക്ക അറിയില്ലേ? ലവ്ലൂലിക്ക അത് തന്നെ. പക്ഷെ കടകളിൽ ഉണ്ടാവാറില്ല. പക്ഷെ എനിക്ക് പുളിയുള്ള സാധനങ്ങൾ ഭയങ്കര ഇഷ്ടം. അച്ചാറ് വായിൽ വെള്ളം വന്ന്. ശരിയാ, അച്ചാറിനോട് ഒരു പ്രത്യേക ഇഷ്ടം അല്ലേ? ഇത് മാങ്ങയുണ്ട്, നല്ല മാങ്ങ. അതിട്ട് ഇങ്ങനെ പഴകി വായിൽ വെള്ളം വരുന്നത്. എന്റെ പൊന്നോ, ചോദിക്കാനൊക്കെ ചോദിച്ചോളൂ. എന്റെ ശ്രദ്ധ ഇവിടെ ആയിരിക്കും. ആണല്ലേ? അപ്പൊ നമ്മള് വർത്താനം പറയും എന്റെ ഇടയിൽ കൂടെ. ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കില്ലേ എന്ന് പറയും. കാര്യമില്ല, ഞാൻ ക്ഷമിച്ചു. ഞാൻ സൂക്ഷിച്ച് കഴിച്ചോളാം. നമ്മളെ പ്രേക്ഷകർ നമ്മളെ ക്ഷമിച്ചോളൂ, അല്ലാതെ നിവൃത്തിയില്ല അല്ലെ? അല്ല അവർക്കല്ലെങ്കിൽ പിന്നെ എങ്ങനെ വിശേഷം അറിയുന്നത്? പിന്നെ ഈ ഫുഡ് തപ്പി കണ്ടുപിടിച്ച് പോവുക, അത് എത്ര ദൂരമാണെങ്കിലും എവിടെയാണെങ്കിലും സാബു പോവാറുണ്ട്. എബ്രോഡ് ആണെങ്കിലും ഏറ്റവും രുചിയായിട്ട് തോന്നിയത് നമ്മുടെ ഭക്ഷണമാണ്. നമ്മുടെ വളർന്ന് ശീലിച്ചത് അതാണ്, നമുക്കറിയാം. ബട്ട് സ്റ്റിൽ നമ്മൾ കമ്പയർ ചെയ്യുവാണെങ്കിൽ ഏറ്റവും നല്ല ഭക്ഷണം ഏതായിരിക്കും? എനിക്ക് നമ്മുടെ നാടൻ ഭക്ഷണം തന്നെ ഞാൻ പറഞ്ഞ പോലെ അത് നമ്മൾ ശീലിച്ച നമ്മുടെ ടേസ്റ്റ് ബഡ്സ് അതിനനുസരിച്ച് ഇവോൾവ് ആയ, അല്ലെങ്കിൽ നമ്മുടെ ഈ നാട്ടിലിരുന്ന് കഴിക്കുമ്പോൾ രുചിയുള്ള ഭക്ഷണം നാടൻ തന്നെ. പക്ഷെ അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഏഷ്യൻ ഫുഡുകൾ ഭയങ്കര ഇഷ്ടമാണ്. തായ്, ഇന്തോനേഷ്യൻ, അങ്ങനത്തെ ഫുഡുകൾ ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് നമ്മുടെ നാവിന്റെ തുമ്പില് ഒന്നുകൂടെ കഴിച്ചാൽ കൊള്ളാം എന്ന് തോന്നുന്ന ഒരു ഫുഡ് ഉണ്ടാവില്ലേ? ഒരു ടേസ്റ്റ് കൊതി തോന്നുന്ന ഒരു ഫുഡ് ഇതല്ലാതെ ഏതായിരിക്കും സാബുന് ഇഷ്ടമുള്ള? ഞാൻ കഴിഞ്ഞ ദിവസം ദുബായിൽ നിന്ന് എത്തിയതേ ഉള്ളേ. ദുബായിലുണ്ടായിരുന്നു. അവിടുത്തെ കബാബ്സ്
എൻ്റെ പൊന്നോ, നമ്മൾ ഈ അറബിക് ലൈക്ക് ഈ ഇറാനിയൻ റെസ്റ്റോറൻറ്റിലും ഒക്കെ പോയിട്ട്, ലെബനീസ് റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ട് കബാബ്സ് കഴിച്ചു. എത്ര ടേസ്റ്റാന്ന് പറയും. കാരണം അവർ ഒരുപാട് മസാലകളൊന്നും സത്യം നമ്മൾ കഴിക്കുമ്പോൾ എന്താ ഫാറ്റ് കൂടിയ മട്ടനൊക്കെ. അപ്പോൾ ആ സാധനം കഴിക്കുമ്പോൾ അങ്ങനെ മെൽറ്റിംഗ് ഇൻ മൗത്ത് എന്ന് പറയൂലേ, ഭയങ്കര ഫ്ലേവർഫുൾ. ഒരുപാട് സ്പൈസസ് ഇട്ടിട്ട് ഫ്ലേവർ ചെയ്തേക്കല്ല, ആ മീറ്റിലെ ടേസ്റ്റ് നമ്മൾ. സാബു, ശരിക്കും ഞാനൊരു കാര്യം പറയാം, നമ്മളിപ്പം അമ്മമാരൊക്കെ കൂടുതൽ കുക്ക് ചെയ്യും, അത് പോകുന്നത്. പക്ഷെ ഇപ്പോഴത്തെ ജനറേഷനിലെ പിള്ളേർ ഒരു ബർഗർ കഴിച്ചാലും അമ്മ അവിടെ നിന്ന് കഴിക്കരുത്, ബർഗർ കഴിക്കണം ഇപ്പുറത്തേ നിന്ന് കഴിക്കണം, ബിക്കോസ് ആ മീറ്റിൽ നിന്ന് ഭയങ്കര ജ്യൂസി ആയിട്ട് വരും. അതാണ് ടേസ്റ്റ് അല്ലേ ശരിക്കും? മീറ്റിൽ നിന്ന് ആ ജ്യൂസ് ഇറങ്ങി വന്ന്, അല്ലാതെ റഫായിട്ട് ഇരിക്കുന്നതിനെക്കാട്ടിലും ടേസ്റ്റ് അതല്ലേ? അപ്പൊ ഈ മീറ്റും ഈ പറഞ്ഞ പോലെ ഭയങ്കര കുക്കാക്കാതെ അതിന്റെ ലെവലിൽ മാത്രം കുക്ക് ചെയ്ത് എടുക്കുന്നതാണ് പാറ്റീസ്. ബർഗറിന്റെ പാറ്റി നമ്മൾ ശരി ആക്ച്വലി ബർഗർ ഈ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ ബീഫ് പറഞ്ഞ പോലെ കുക്ക് ചെയ്താൽ പോരാ. കാരണം വെച്ചാൽ മിൻസ്ഡ് നമ്മൾ റെഡ് മീറ്റിന്റെ സർഫസിലാണ് കണ്ടാമിനേഷൻ ഉണ്ടാവുക. പക്ഷെ ബർഗർ എന്ന് പറയുമ്പോൾ മീറ്റ് മിൻസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ സർഫസിലുള്ള മീറ്റ് എല്ലാം മിക്സപ്പ് ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മീഡിയം റെയർ അല്ലെങ്കിൽ ഹാഫ് കുക്കിംഗ് ബർഗർ പാറ്റി ഒരിക്കലും ചെയ്യാൻ പറ്റില്ല, പ്രോപ്പർലി കുക്ക് ചെയ്യണം. കാരണം ഈ മിൻസ് ചെയ്യുന്ന സമയത്ത് സർഫസിൽ ഉണ്ടാകുന്ന മീറ്റ് അകത്തോട്ടെല്ലാം പോകുമ്പോൾ ഈ പ്രശ്നം വരും. ബർഗർ പാറ്റി അത്യാവശ്യം കുക്ക് ചെയ്യണം. പക്ഷേ അത് ജ്യൂസി ആക്കുന്നത് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബർഗർ പാറ്റിൽ ഓരോരുത്തരുടെ കണക്കുണ്ട്. ഇപ്പോൾ 80% മീറ്റ് 20% ഫാറ്റ്, അഡീഷണൽ ഫാറ്റ് ഇടും മീറ്റിലോട്ട്. എന്നിട്ടാണ് നമ്മൾ ആ ബർഗറിനെ മീറ്റ് അത്രയും ജ്യൂസി ആക്കുന്നത്.